ഷിത, അവിടെ എത്രത്തോളം പേരെ ആളുകളെ അവിടെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്? അവർക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുങ്ങിയിട്ടുണ്ടോ? എന്താണ് ഈ അപകടത്തെക്കുറിച്ച് ഇത് കണ്ടുനിന്ന ആളുകൾ, അവിടെ പ്രദേശത്തു നിന്നുള്ളവരൊക്കെ പറയുന്നത്? ദിവ്യ, ഇപ്പോൾ എത്ര പേരുടെ എന്നുള്ളൊരു കണക്ക് കിട്ടിയിട്ടില്ല. കാരണം ആളുകളെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മറ്റൊരു സ്കൂളിലായിരുന്നു ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അതൊരു ചെറിയൊരു സ്കൂളാണ്, മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വിപുലമായൊരു സൗകര്യത്തിലേക്ക് ആളുകളെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോളിടെക്നിക്, മേപ്പാടി പോളിടെക്നിക് കോളേജിലാണ് ഇപ്പോൾ അതിനുള്ള സജ്ജീകരണമൊക്കെ നടത്തിയിരിക്കുന്നത്. നിങ്ങളൊക്കെ ആ പരിസരത്ത് തന്നെയാണോ താമസിക്കുന്നത്? ആണല്ലേ. ഈ അപകടം ഉള്ള സമയത്ത് എവിടെ ഉണ്ടായിരുന്നു? വീട്ടിലിരുന്നു. അറിഞ്ഞിരുന്നോ? അപ്പൊ പൊട്ടിയ പിന്നെ അറിഞ്ഞതാ. പിന്നെ എങ്ങനെ ഇങ്ങോട്ട് എങ്ങനെ പോകും? പിന്നെ എല്ലാ ആൾക്കാരും വന്ന് ഹെൽപ്പ് ചെയ്തതാ. നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല 3 ദിവസം നല്ല കാറ്റും മഴയാണ്. എസ്റ്റേറ്റിലെ പണിയെടുത്ത് നിർത്തിയതാ. ഈ മണ്ണൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നൊക്കെ കണ്ടിട്ടൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു? അതുണ്ട്. പേടിയതാ, ഭയങ്കര പേടിയാണ്. അതന്നെ. എത്ര പേര് ഇങ്ങോട്ട് മാറ്റി? ഇപ്പോൾ നിങ്ങൾ അവിടെ പാടിയിലുള്ള എത്ര പേരുണ്ടായിരുന്നു? പാടിയിൽ ഇപ്പൊ 100 ആളുണ്ട്. അവരെല്ലാരും ഇവിടേക്ക് തന്നെയാണ്? മാറ്റിയാണ്. അവിടെ ആരും ഇല്ല? ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം തന്നെ പ്രത്യേകം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയുള്ള അമ്മ ഇതിനടുത്തായിരുന്നോ താമസിച്ചിരുന്നേ? അതെല്ലേ. ഓ, എവിടെ? അതിന്റെ മുകളിലാണ്? അല്ല, താഴെ. ഇത് എപ്പോഴാ അറിഞ്ഞത് സംഭവം? അത് 11 മണിക്ക് അറിഞ്ഞു. അതിന്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ആ സമയത്ത്? വെള്ളമൊക്കെ വരുന്നതൊക്കെ? വെള്ളമൊക്കെ വരുന്നത് ഒച്ച കേട്ടു ഞങ്ങൾക്ക്. അപ്പൊ തന്നെ പുറത്ത് വന്ന് നോക്കിയപ്പോ തന്നെ ആണുങ്ങളൊക്കെ ഒച്ചയിട്ട് അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് മാറി നിൽക്കുന്നു. അപ്പോഴന്നെ നിങ്ങൾക്ക് അറിയും. വീടിന് മുന്നിൽ കൂടെ ഒക്കെ വെള്ളം വന്നോ? അവിടെ ഒന്നും വന്നിട്ടില്ല, കേറിയിട്ടില്ല. അത്ര ലേസം വന്ന്. ഈ സ്ഥലമൊക്കെ നേരത്തെ നിങ്ങൾ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സ്ഥലമാണോ സാധാരണ രാവിലെ ഈ സമയത്തൊക്കെ? എന്തോ ഒരു വെള്ളം. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? എല്ലാവരും വീട്ടിൽ ഉണ്ടായിരുന്നു? ഇതെങ്ങനെ അറിഞ്ഞ് കേട്ടോ? ശബ്ദം കേട്ടോ? ஒரு சத்தம் கேட்டுச்சு. வெளியே வந்து பார்த்தோம். அப்புறம் அண்ணா ஓடி வந்து சேர்ல ஃபுல்லா மாட்டிட்டாங்க, தண்ணி வந்துருச்சு, ஃபுல்லா இங்க இருக்க வேண்டாம், மேலே போங்க அப்படின்னு சொன்னாங்க. அப்புறம் மேலே போனதுக்கு அப்புறம் எல்லாரும் வந்து வேண்டாம், அங்க இருக்க வேண்டாம்ட்டு இங்க கூட்டிட்டு வந்தாங்க. ഇത് പാടീന്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. താഴെ പൊട്ടിയത്. പിന്നെ ഇവരൊക്കെ വന്ന് ഇങ്ങോട്ട് എത്തിച്ചതാണ്. ആമാ. ഇവിടെ എത്ര പേരുണ്ട്? നിങ്ങൾ അവിടെ നിന്ന് എല്ലാവരും വന്നോ? എല്ലാവരും വന്നിട്ടോ. നിങ്ങൾ കൂടെ ഉള്ളവരുണ്ടായിരുന്നോ അവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന? നമ്മൾ ആ വീഡിയോയിലൊക്കെ കണ്ടല്ലോ. അവിടെ പാടിയിലൊക്കെ தெரிஞ்சவங்க அவங்க 2 பேரும் மீனாட்சியில இருந்து கூட மக்கா நைட்டி போட்டுட்டு அவங்க அடிபட்டு இருந்துச்சு பார்த்தீங்களா, அவங்க 2 பேர் இருந்தாங்க. அவங்க தான் தெரியும், மற்றவங்க யாரையும் தெரியாது. ബാക്കി നിങ്ങളൊക്കെ സ്ഥിരം പോകുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ ഇത്? ஆமாம், நாங்கள் அங்கே தான் வசிக்கிறோம், அங்கே தான் வேலை செஞ்சுட்டு இருக்கிறோம். நாங்கள் வேறு ஊரில் இருந்து இந்த ஊரில் வந்து தங்கி வேலை செய்கிறோம். ഇവരൊക്കെ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ഈ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇവിടേക്ക് ഇപ്പോൾ പോകുന്നതല്ലേ? ക്യാമ്പിലേക്ക് നേരത്തെ മറ്റൊരു ക്യാമ്പിലായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പം മാറ്റിയത്. ഇവിടെ ഇപ്പം എന്തൊക്കെയാ പറഞ്ഞവര്? അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു സൗകര്യങ്ങളുണ്ട്, അവിടെ സൗകര്യങ്ങൾ കുഞ്ഞു കുറച്ച് തന്നെ, ഇവിടെ തന്നെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മാറ്റി വിട്ടതാണ്. ഇവിടെ അവിടെ ഒരു സുരക്ഷയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? താമസിക്കുന്ന സ്ഥലത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മ ഇതുവരെ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ലല്ലേ? ഉറങ്ങിയിട്ടില്ല. 3 ദിവസമായി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ആ ഒച്ച കേട്ടിട്ട് താർപ്പായി ഇട്ടിട്ടുണ്ടായിരുന്നേ, ആ സീറ്റ്, അതിന്റെ ഒച്ച മഴ പെയ്യുമ്പോൾ അതൊക്കെ അടിച്ചു മാറ്റി ഇങ്ങനെ ഒച്ച കേട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല 3 ദിവസം. ഞങ്ങളുടെ വീട്ടിനടുത്ത് കുറേ ഉണ്ടായിരുന്നു മണ്ണൊക്കെ. ഇവർ ഇങ്ങോട്ട് കുറച്ച് തല്ലി ഉണ്ടായിരുന്നേ. ഞങ്ങൾ ആ സൈഡിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനടുത്തായിട്ടാ? അതിന്റെ അടുത്തായിട്ട്. അപകടം ഉണ്ടായ സ്ഥലത്തിനടുത്തായി, മണ്ണ് കൂട്ടിയിട്ടതിനടുത്തായി. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ ഫോൺ വിളിച്ച് സാർ പറയപ്പോ ഞങ്ങൾ അമ്മന്റെ വീട്ടിലേക്ക് വന്ന്. ഞങ്ങൾ രാവിലെ ഒന്നും എടുത്തിട്ടില്ല, ഞങ്ങള് ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിന് ആരും പോയില്ല, കുട്ടികൾ സ്കൂളിലേക്ക് പോയി. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വന്നു. എന്താ പറഞ്ഞേ? അതല്ലേ അങ്ങനെ തന്നെ അങ്ങനത്തെ ഇവരുടെ ലൈൻസ് അടുത്ത് ഇന്ന മുകളിൽ മണ്ണൊക്കെ കുമിച്ച് വച്ചിട്ടുണ്ട്. മുകളിലുണ്ട് മണ്ണൊക്കെ. അപ്പം രാത്രി ആകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നാലും നമ്മൾ സേഫ്റ്റി ഇല്ല. അപ്പം മഴ എണ്ണ കൂടുമ്പോൾ മണ്ണൊക്കെ കരഞ്ഞ് പാടിക്ക് എത്തുമെന്ന് പറഞ്ഞ് ഇവർ ലൈൻസ് അവിടെ ഭാഗത്തില്ല. മുന്നത്തില പറഞ്ഞ് അപ്പം തന്നെ വേവേ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ. ഇങ്ങനത്തെ പറയുമ്പോൾ അങ്ങനത്തെ ഇന്ന സമയമാക്കുമ്പോൾ ഇവിടെ പാളം പൊട്ടുമെന്ന് പറഞ്ഞ്
ഇവിടെ പാളം പൊട്ടിയാൽ കടക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടികൾക്ക് എമർജൻസി ആണാലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ മീനാക്ഷി പാലത്തിനപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന പാടിയിലൊക്കെ ഉണ്ടായിരുന്ന നിരവധി പേരെയാണ്, ഒപ്പം ആ പ്രദേശത്തു നിന്നുള്ളവരെയൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്.